Watch full episodes on Jio Hotstar. ഹരിക്കേൻ മാൻ എന്ത് വാർത്തയാണ് കൊണ്ടുവന്നിരിക്കുന്നത്? മിസ്റ്റർ ഡാബ്ലോസ്, നമ്മുടെ ക്ലൗഡ് മാന്റെ കഥ അവർ അവസാനിപ്പിച്ചു കഴിഞ്ഞു. അങ്ങനെ ചെയ്യാൻ ഏത് ബലവാനായ സൂപ്പർ ഹീറോയാണ് വന്നിരിക്കുന്നത്? ഐ ആം ദ ക്രിയേറ്റർ. ഞാൻ തന്നെ സൃഷ്ടിക്കും, ഞാൻ തന്നെ നശിപ്പിക്കും. എന്റെ പ്രിയപ്പെട്ട സൃഷ്ടിയെ നശിപ്പിക്കാനുള്ള ശക്തി ആർക്കുണ്ട്? പത്തലു, ആ ക്ലൗഡ് മാൻ ഈ മേഘത്തിനിടയിൽ എന്ത് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു? എന്റെ മോട്ടു, അത് അറിയണമെങ്കിൽ നമ്മൾ അതിനകത്തേക്ക് പോകണം. വാ പോവാം. വരും, നമുക്ക് പോവാം. വരൂ. മോട്ടു ആലോചിച്ചിട്ട് അത് വേഗം വാ. ചേട്ടാ, എന്റെ ചങ്ക, എന്റെ ബ്രോ, വരൂ. നമ്മള് കൊറേ ആയില്ലേ മഴയത്ത് നനഞ്ഞിട്ട്. നല്ല രസമായിരിക്കുന്നേ. അല്ല, എന്താ ഇത്? വെള്ളം മേഘങ്ങളിൽ നിന്ന് താഴേക്ക് പോകുന്നില്ലല്ലോ. ലേക്കിലുള്ള വെള്ളമെല്ലാം തുള്ളി തുള്ളിയായി മേഘങ്ങൾക്കുള്ളിലേക്ക് വന്നുകൊണ്ടിരിക്കുക. കണ്ടില്ലേ, ഈ മേഘങ്ങൾ മഴ പെയ്യിപ്പിക്കുന്നില്ല. ഇത് ഭൂമിയിലുള്ള വെള്ളം മോഷ്ടിച്ചോണ്ട് പോവാണ്. ഓഹോ, ഇപ്പോഴാണ് എനിക്കൊക്കെ മനസ്സിലാവുന്നത്. ആ ക്ലൗഡ് മാൻ മേഘത്തിനിടെ കിടന്ന് ഇതാണ് ചെയ്തോണ്ടിരുന്നത്. അവൻ വെള്ളം മോഷ്ടിക്കാനാണ് അപ്പൊ വന്നതല്ലേ? ചേട്ടാ, എന്റെ ചങ്ക, എന്റെ ബ്രോ, ഇത് കാരണമാണ് ലോകത്തിലുള്ള വെള്ളം കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യം ചെയ്യുന്നത് ആരായാലും അത് നമുക്ക് എത്രയും പെട്ടെന്ന് തടഞ്ഞേ പറ്റൂ. അല്ലെങ്കിൽ ഈ ലോകത്തിലുള്ള വെള്ളം മുഴുവനും തീരും. ശരി പത്ലു, ഇനി നീ വണ്ടി ഓടിക്ക്. ഞാൻ ഇനി ഇതിനെ കുറിച്ച് റിസർച്ച് ചെയ്യട്ടെ. ഓഹോ, ക്ലൗഡ് മാൻ ക്ലൗഡിനകത്തല്ലേ ഇരുന്നത്? അവർക്ക് എങ്ങനെ മനസ്സിലായി മേഘങ്ങൾക്കകത്ത് ആരോ ഒളിച്ചിരിപ്പുണ്ടെന്ന്? പറയൂ, നമ്മുടെ സീക്രട്ട് എങ്ങനെയാണ് പുറത്തു പോയെന്ന്? ആരാണ് അവര്? മിസ്റ്റർ ഡിയാബലസ്, ഈ ലാസ്റ്റ് ഇമേജ് ക്ലൗഡ് മാൻ എടുത്ത് നമുക്ക് അയച്ചു തന്നതാണ്. അവര് ക്ലൗഡ് മാന്റെ കഥ കഴിച്ചിരിക്കുന്നു. അതിനെപ്പറ്റി നിനക്ക് യാതൊരു വിഷമവുമില്ലേ? എന്നാൽ ആ ക്ലൗഡ്സ് ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. നമ്മുടെ മറ്റൊരു ക്ലൗഡ് മാനെ അവിടേക്ക് അയക്കൂ. അവൻ ആ ക്ലൗഡ്സിനെ കൂട്ടിക്കൊണ്ടുവരട്ടെ. അതിൽ വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതെ, പക്ഷെ അത് ഭൂമിയിലുള്ളവർ അറിയാൻ പാടില്ല. നമ്മൾ ചെയ്യാൻ പോകുന്ന അടുത്ത പ്ലാൻ എന്താണെന്ന്. ഇനി അഥവാ അവർ അറിഞ്ഞാൽ അവർ നമ്മുടെ ക്ലൗഡ്സിനെ തടുക്കാനുള്ള എല്ലാ സാധ്യതകളും നോക്കും. നമ്മുടെ ഈ പരീക്ഷണം ഏകദേശം അവസാനിക്കാറായിരിക്കുന്നു. ഇങ്ങനെ ഭൂമിയിലുള്ള എല്ലാ ജലവും ഒരേ സമയത്ത് ഇവിടെ വന്ന് ചേരുന്നതായിരിക്കും. അതോടെ നമ്മുടെ പ്ലാൻ എല്ലാം നമ്മൾ വിചാരിച്ച മാതിരി ശരിയായി. അങ്ങനെയാണെങ്കിൽ വേഗമായ എക്സ്പെരിമെന്റ് പോയി തീർക്ക്. അങ്ങനെ ആയാൽ ഞാൻ പെട്ടെന്ന് ഈ പുതിയ ലോകത്തിന്റെ ഇനോഗ്രേഷൻ അങ്ങോട്ട് ചെയ്തു തീർക്കും. എന്നിട്ട് ഈ ലോകം ഡാബുലസിന്റെ മാത്രം ലോകമായി മാറും. എന്നിട്ട് ഈ ലോകത്തിന്റെ പേര് പ്ലാനറ്റ് ഓഫ് നോ റിട്ടേൺ. മോട്ടു, നീ നേരെ സൂക്ഷിച്ചു നോക്ക്. ഈ മേഘങ്ങൾക്കിടയിൽ ഏതോ ഒരു ക്ലൗഡ് മാൻ ഒളിഞ്ഞിരിപ്പുണ്ടാവും. പത്തലു, ഇവിടെ ഒന്നല്ല 4 ക്ലൗഡ് മാൻ ആണുള്ളത്. ഇത് കളിക്കുന്ന സമയമല്ല മോട്ടു. മോട്ടു, ഒന്ന് കണ്ണു തുറന്ന് നോക്ക്. ഇത് ഞങ്ങളാ. പത്തലു, അങ്ങോട്ട് നോക്ക്. ഒരു ക്ലൗഡ് മാൻ വേഗത്തിൽ പറന്നോണ്ട് ഇങ്ങോട്ടേക്കാ വന്നോണ്ടിരിക്കുന്നത്. പത്തലു, വേഗത്തിൽ എവിടെയെങ്കിലും പോയി ഒളിക്കാൻ നമുക്ക്. വരൂ.
ഇവിടെ ഇത്രയും വെള്ളം ഉണ്ടായിരുന്നോ? ഈ വെള്ളമെല്ലാം പെട്ടെന്ന് തന്നെ മേഘത്തിൽ നിറച്ച് ഇവിടുന്ന് കൊണ്ടുപോകണം. ഡോക്ടർ ജഡ്ക, നമ്മൾ ഈ മേഘങ്ങൾക്കിടയിൽ ഒളിഞ്ഞിരുന്ന് തന്നെ ഇവരുടെ ടീം ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ കഴിയുമോ? പൊളിച്ചെടുത്തല്ലോ. ഒന്നും കൂടി ആലോചിച്ച് മതിട്ടാ പത്തലോ. അവിടെ പോയി നമുക്ക് ആപത്ത് വല്ലതും സംഭവിച്ചാൽ നമ്മൾ എന്താ ചെയ്യുക? അതെ, ഭൂമിയിലുള്ള വെള്ളത്തിന് നമുക്ക് രക്ഷിക്കണമെങ്കിലേ ഇത്രയും വലിയ റിസ്ക് നമ്മൾ എടുത്തേ പറ്റൂ. വരൂ. ഭാരതമാതാവാണ് സത്യം. നമ്മൾ എപ്പോഴും ഒരുമിച്ചിരുന്ന് കഴിഞ്ഞാൽ എന്ത് ആപത്ത് സംഭവിച്ചാലും നമുക്ക് നേരിടാം. വരൂ. ചേട്ടാ, എന്റെ ചങ്കന്റെ ബ്രോ, എല്ലാവരും ഈ സ്പ്രേ ഒന്ന് അടിച്ചേ. ഒരു മിനിറ്റ് നിക്ക്, ഞാനും നിങ്ങളൊപ്പം വന്നേക്കാം. ഇതെങ്ങനെയുണ്ട്? പൊളിച്ചെടുത്തല്ലോ. മമ്മി രക്ഷിക്കണേ, ഇവിടെ എന്തൊക്കെ സംഭവിക്കണേ? എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ വെള്ളത്തിന്റെ തുള്ളിക്കകത്ത് ആദ്യമായിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. ഇനി എന്താ സംഭവിക്കുക? പോകുന്നു ക്ലൗഡ് മാൻ. വേഗത്തില് വെള്ളമൊക്കെ നിറച്ചുകൊണ്ട് പോണു. മുമ്പിൽ നെഗറ്റീവ് ഗ്രാവിറ്റി സ്പോട്ട് വരുന്നുണ്ട്. തയ്യാറായിട്ടിരുന്നോളൂ കൂട്ടുകാരെ, വേഗം വാ. എന്താ ഇത്? ക്ലൗഡിയസ്, നിങ്ങളുടെ 2 ക്ലൗഡ് മാൻമാരെ കൂടെ അയക്ക്. ആ ക്ലൗഡിനെ പോയി സഹായിക്കാൻ പറ. നിങ്ങൾ രണ്ടുപേരും ചെല്ലേ, ആ ക്ലൗഡ് മാനെ രക്ഷിക്കുക. എന്റെ ഈ സെക്ഷൻ ഗാഡ്ജറ്റിൽ നിന്ന് നിങ്ങൾ എങ്ങനെ രക്ഷപ്പെടും ക്ലൗഡ് മാൻ? മുഴുവൻ വെള്ളവും ഞങ്ങളും എടുത്തോണ്ട് പോവില്ലേ? ക്ലൗഡ് മാൻ ദാ അവിടെയുണ്ട്. നമുക്ക് അയാളെ ഇപ്പൊ രക്ഷിക്കാം. അറ്റാക്ക്! അവരെ രക്ഷപ്പെടുത്താൻ വന്നതാണെങ്കിലും ആ സക്ഷൻ ഗാഡ്ജറ്റിനകത്ത് അവരും പെടാൻ പോവുകയാണ്. കളി നിങ്ങൾ കണ്ടോ? നമ്മൾ ഈ സെക്ഷൻ ഗാഡ്ജറ്റിനുള്ളിൽ കുടുങ്ങാൻ പോവുകയാണ്. രക്ഷിക്കണേ! വാ, നമുക്ക് ലാബിലേക്ക് പോകാം. പുതിയ ക്ലൗഡ്സ് ലാബിൽ വന്നിരിക്കുന്നു. റെഡി ഫോർ ദ വാക്യൂം. ഇതുവരെ സംഭവിച്ചതൊക്കെ നമ്മളൊന്ന് ഓർത്ത് നോക്കാം സുഹൃത്തുക്കളെ. ആദ്യം ഒരു ക്ലൗഡ് മാൻ വന്ന് നമ്മുടെ ഭൂമിയിലെ വെള്ളമൊക്കെ മോഷ്ടിച്ചു. പക്ഷെ ഈ ആൾക്കാരക്കാരാ ക്ലൗഡ് മാൻ ഇത് വെള്ളം മോഷ്ടിക്കാൻ നോക്കുകയാണല്ലോ. ഇന്ത്യ നിയമമാണ് സത്യം. അനുഭവത്തിൽ ഇങ്ങനൊരു വാട്ടർ സ്ലൈഡ് ഞാൻ കണ്ടിട്ടേ ഇല്ല. മമ്മി രക്ഷിക്കണേ!
ഇപ്പൊ തന്നെ എന്റെ തല കറങ്ങാൻ തുടങ്ങി. എനിക്കും കറങ്ങുന്നു പത്തലു. എന്റെ അമ്മോ, ഇവന്മാര് നമ്മളെ ക്യാപ്സുലാക്കി മാറ്റി ബോട്ടിലകത്ത് അടക്കി വെക്കുമല്ലോ. എന്തേലും വേഗം ചെയ്യണം. കമോൺ ക്വിക്ക്. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ പത്തലു? അതുകൊണ്ട് നീ തന്നെ വേഗത്തിൽ എന്തെങ്കിലും ആലോചിക്കൂ. ഐഡിയ. എല്ലാവരും അവരവരുടെ ബബിൾസിൽ നിന്നുകൊണ്ട് നന്നായി ചാടാൻ തുടങ്ങൂ. എന്നിട്ട് ഈ ബെൽറ്റിൽ നിന്ന് താഴേക്ക് പെട്ടെന്ന് ജമ്പ് ചെയ്യൂ. വേഗം. എന്റെ അമ്മോ, ഞാൻ കള്ളനെ പിടിക്കാൻ പോകുമ്പോൾ ഇത്ര വേഗത്തിൽ പോവാറേ ഇല്ല. എന്റെ അമ്മോ. വരൂ, നമുക്ക് ഈ ഫോർമുല ബെറൂസയെ കൊണ്ട് കാണിക്കാം. അല്ല, ഇവരൊക്കെ ആരാ? ഇവിടെ എന്തെടുക്കുവാ ഇവന്മാരൊക്കെ? പൊളിച്ചെടുത്തല്ലോ. എല്ലാരും കൂടി എങ്ങോട്ടായി പോകുന്നതാ? വലിയേട്ടാ, അവർക്കിപ്പോ ടീ ബ്രേക്ക് ആണെന്നാണ് തോന്നുന്നത്. ചേട്ടാ, ഇവരൊക്കെ ആരാ? ഇവരൊക്കെ എന്താ ചെയ്യുന്നത്? നമുക്ക് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. ഡോക്ടർ ജഡ്ക എല്ലാവരെയും നോർമൽ ആക്ക്. ഇപ്പൊ തന്നെ ചെയ്തേക്കാം. നിങ്ങളൊക്കെ ആരാണെന്നല്ലേ ചോദിച്ചേ? എവിടുന്നാണ് വന്നത്? ഗാർഡ്സിനെ വിളിക്ക്. സൈറൺ മുഴുക്ക്. എന്റെ അമ്മോ, നമ്മൾ ശരിക്കും കുടുങ്ങിയതാ തോന്നുന്നത്. ഓ ഹലോ, ഞാനാണ് ബറൂഷ. നിങ്ങളെല്ലാം ആരാണ്? ഞാനാണ് മോട്ടു. പിന്നെ ഇത് പത്തലു. ഇവരൊക്കെ ഞങ്ങളുടെ കൂട്ടുകാരും. ഡോക്ടർ ജഡ്ക, ഗസീട്ടാറാം, പിന്നെ ചിങ്കം സാറും. അല്ല, ഇത് ഏതാണ് സ്ഥലം? ഇതിനെ പ്ലാനറ്റ് ഓഫ് നോ റിട്ടേൺ എന്ന് പറയും. ഇവിടെ ആര് വന്ന് പെട്ടാലും അവർക്ക് തിരിച്ചു പോക്കേയില്ല. നിങ്ങൾ തീർച്ചയായിട്ടും ഡയബോലസിന്റെ ചാരന്മാരായിരിക്കും. ഡയബോലസിനെ ഭൂമിയിൽ നിന്ന് വെള്ളം മോഷ്ടിക്കാൻ സഹായിക്കുന്നവരല്ലേ നിങ്ങൾ? അല്ല അല്ല, ഞങ്ങൾ ചാരന്മാരൊന്നും അല്ല. ഞങ്ങൾ അവന്മാരോട് പോരാടാൻ ഭൂമിയിൽ നിന്ന് വന്നതാ. ഭൂമിയിൽ നിന്ന് വന്നതാണ്. ഭൂമിയിലുള്ള വെള്ളമൊക്കെ ഒരുത്ത മോഷ്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവനെ പിന്തുടർന്ന് വന്നപ്പോ ഞങ്ങൾ ഇവിടെ എത്തിപ്പെട്ടതാ. ഭൂമിയിലെ വെള്ളം ഡയബോലസ് മോഷ്ടിക്കുന്നു. അതിന്റെ സഹായത്തോടെ ഒരു പുതിയ ലോകം തന്നെ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നു. വരൂ, ഞാൻ നിങ്ങളെ എന്റെ ബോസ് ഫെറൂഷ്യസിന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാം. അദ്ദേഹത്തിന് മാത്രമേ നിങ്ങളെ സഹായിക്കാൻ സാധിക്കൂ. ഇൻട്രസ്റ്റിംഗ്. നിങ്ങളെല്ലാം ഡയാബോളിസിനോട് യുദ്ധം ചെയ്യാൻ വന്ന ആൾക്കാരാണോ? കേൾക്കാൻ നല്ല രസമൊക്കെ ഉണ്ട്. ഈ പ്ലാനറ്റ് ഞങ്ങളുടേതായിരുന്നു. ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ പല നൂറ്റാണ്ടുകളായി ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നതാണ്. ആ ഡയാബോളിസ് വന്ന് ഞങ്ങളെ ആക്രമിച്ചതാണ്. അവനേതോ ഒരു പുതിയ ലോകം സൃഷ്ടിക്കാനുള്ള ശ്രമത്തിലാണ്. പക്ഷേ അവന്റെ മേഘങ്ങൾ ഞങ്ങളുടെ ഏരിയ താണ്ടി പോകുമ്പോൾ അവന്റെ മേഘങ്ങളിൽ നിന്നുള്ള ജലം ഞങ്ങൾ മോഷ്ടിച്ച് അവനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരിക്കും. ഈ സ്ഥലത്ത് എപ്പോഴും വെള്ളമില്ലെന്നാ പറയുന്നത്. അപ്പൊ പിന്നെ നിങ്ങൾ എങ്ങനെ ഇവിടെ ജീവിക്കുന്നത്? ഞങ്ങൾക്ക് വെള്ളത്തിന്റെ യാതൊരു ആവശ്യമില്ല. നിങ്ങൾ ഇവിടെ കാണുന്ന ഉണങ്ങിയ മരമാണെങ്കിലും പച്ച മരമാണെങ്കിലും അതിൽ ആവശ്യത്തിന് വെള്ളമുണ്ടായിരിക്കും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്നോ? എന്താ ചേട്ടാ ഇത്? എന്തോ പോലെ ഉണ്ടല്ലോ. ഈ വെള്ളത്തിന്റെ ടേസ്റ്റ് ഭൂമിയിലുള്ള ആൾക്കാർക്ക് രുചിക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ടാണ് മിസ്റ്റർ ഡയബോലസ് ഭൂമിയിൽ നിന്നും വെള്ളം കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ഈ മരങ്ങളിലെ വെള്ളം മാത്രം മതി. നിങ്ങളെല്ലാം പോയി വിശ്രമിച്ചോളൂ. നമുക്ക് രാത്രിയിൽ അവിടേക്ക് പോകാം. Watch India's largest kids library only on Jio Hotstar. Download the app now.